ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും തിരുപ്പതിയും പിന്നെ പേരറിയാത്ത ഒട്ടനവധി ക്ഷേത്രങ്ങളും ശബരിമലയും ഒക്കെ വിശ്വാസികളെ കൊണ്ട് നിറയുന്ന ഇടങ്ങളാണ്. പക്ഷെ പലപ്പോഴും വിവാദങ്ങളും ഈ അമ്പലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഈ വിവാദങ്ങളാകുന്ന ക്ഷേത്രങ്ങളെയോ അല്ലെങ്കിൽ വിവാദങ്ങളാക്കാൻ ശ്രമിക്കുന്ന ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയല്ല. ഈ ക്ഷേത്രങ്ങളെല്ലാം സ്വർണമാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും കാണാതാകുന്നുണ്ട്. അത് ഈ ദൈവങ്ങളുടേതെന്ന് പറയപ്പെടുന്ന സാധനങ്ങളാണ് കാണാതെ. കോടികൾ വിലമതിക്കുന്ന സാധനങ്ങൾ ഉള്ള ഇടങ്ങളിൽ നിന്നാണ് ഇതൊക്കെ കട്ടുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ കളവായി മാറുന്നത് എന്നുള്ളതാണ്. സാറിന് എന്ത് തോന്നുന്നു, ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ കാണാതാകുന്ന കോടികൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് അതിന് ദേവാലയങ്ങളിൽ ആദ്യമായി ചോദ്യം, ദേവാലയങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സ്വർണ്ണ വിഭൂഷമായ അന്തരീക്ഷം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്നാലും വിശ്വാസികൾക്ക് ദൈവത്തോടുള്ള സ്നേഹം കാണിക്കാൻ, ഇപ്പം ദൈവത്തോട് തന്നെ വിശ്വാസികൾ സ്നേഹം കാണിക്കുന്നത് സ്വന്തം താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടാണ്. എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം, എനിക്ക് ജോലി കിട്ടണം, എൻ്റെ വ്യവസായം വളരണം എന്നൊക്കെയാണല്ലോ പോയി ദൈവത്തോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായാലും ഒരു നിമിഷം ഞാൻ അതിനകത്ത് ഒന്ന് ഇടപെട്ട വരുന്നതല്ല, ഞാൻ പെട്ടെന്ന് സാറ് പറഞ്ഞൊരു കാര്യം, അതായത് എനിക്ക് ഗുണം ഉണ്ടാകണം, എനിക്ക് ജോലി കിട്ടണം, എനിക്ക് വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഇവിടെ ദൈവത്തിനെ കാണുന്നത് തോന്നുന്നു. അത് മാത്രമല്ല, കൈക്കൂലി കൊടുത്തിട്ട് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. ഞാനൊരു യുക്തിവാദി ഒന്നല്ല, പറയുമ്പോ തന്നെ അതാണ് ഇതിന്റെ ഒരു മനോഹാരിത. അതിനെ നമ്മൾ അങ്ങനെ എടുക്കണം. തിരിച്ചിങ്ങനെ ഇതൊരു കൈക്കൂലിയുടെ ഇടമാണെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് വിശ്വാസി പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, പിന്നെ നാട്ടില് വേറൊരു പറച്ചിലുണ്ട്, പിന്നെ ദൈവത്തിന് കൊടുക്കുന്ന ഈ പറയുന്ന പിന്നെ എന്താണ് പറയുന്നത്, കൊടുക്കുന്ന സംഭാവനയെ നമ്മള് പിന്നെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ കരുതുന്നത് ദൈവത്തിന് അർപ്പിക്കുകയാണെന്നാണ്. ദൈവത്തിന് നമ്മൾ അർപ്പിക്കുകയാണ്. അപ്പോ പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ സംഭാവന കിട്ടുന്ന ദേവാലയങ്ങൾ പ്രസിദ്ധമാവുന്നു. അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു. ഇതൊക്കെ വളരെ സ്വാഭാവികം. നമുക്കറിയാലോ, തിരുപ്പതി ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് അവിടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 11,500 കിലോ സ്വർണമുണ്ടെന്നാണ് കണക്ക്. തിരുപ്പതി സ്ഥിതി ചെയ്യുന്നത് തിരുമലയാണ്. അതിനുവേണ്ടി ഒരു വിമാനത്താവളം തന്നെയുണ്ട് തിരുപ്പതി. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന തിരുപ്പതിയിലേക്ക് ഇത്രയധികം ആളുകളുടെ പ്രവാഹം ഉണ്ടാകുന്നതിൽ അവിടെ കുന്നുകൂടുന്ന സ്വത്തും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശബരിമലയിലും സ്വർണം പൂശണം എന്നൊരു ആഗ്രഹം അതിലെ ഒരു വിശ്വാസിയായ ശ്രീ വിജയ് മാല്യക്ക് ഉണ്ടാകുന്നു. അപ്പോൾ വിജയ് മാല്യ എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരൻ, ഇന്ന് അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും ഒരു പക്ഷേ പിടികിട്ടാപ്പുള്ളി എന്ന് നമുക്ക് പറയാവുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വ്യവസായം എന്താണ്? യുണൈറ്റഡ് ബിവറേജസ്. ഇവിടുത്തെ രാജ്യത്തെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ താല്പര്യമുള്ള വിവിധതരം മദ്യം കുടിപ്പിക്കുക. ഇന്ത്യക്ക് പുറത്തും അവരത് ചെയ്യുന്നുണ്ട്. അപ്പം പ്രധാനമായി ഒരു മദ്യ വ്യവസായിയുടെ സാമൂഹിക പ്രതിബദ്ധത എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ, തനിക്ക് സംഭവിക്കുന്ന പേരുദോഷങ്ങൾ ഒഴിവാക്കാൻ പറ്റിയ ഒരു നല്ല മാർഗം എന്ന തരത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആൾ, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിരുന്നത് 41 ദിവസവും വ്രതമെടുത്ത് കറുത്ത വസ്ത്രം ധരിച്ച് ചെരിപ്പുകളൊന്നും ഇടാതെ അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുന്നു. അപ്പം അദ്ദേഹം ഒരു നല്ല ഭക്തനായി അഭിനയിച്ചുകൊണ്ട് ശബരിമല എത്തുക മാത്രമല്ല, ശബരിമലയെ തൊഴാൻ പോകുന്ന ആളുകൾക്കൊക്കെ വിജയമാലയുടെ സ്വർണം അയ്യപ്പനെ ചുറ്റും ഇരിക്കുന്നതായിട്ട് പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ദൈവത്തെ നമ്മള് ദൈവത്തിന് തുല്യമായി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ ദൈവങ്ങളെല്ലാം മൈനർ സ്റ്റാറ്റസ് ഉള്ളവരാണ്. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ മൈനർമാരാണ്. അപ്പൊ അവരുടെ സ്വത്തുക്കളും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി കൊടുക്കുന്നത് ആ ദേവാലയത്തിലെ തന്ത്രിമാരാണ്. അപ്പം ദൈവം മൈനറും ദൈവത്തെ ശുശ്രൂഷിക്കുന്ന തന്ത്രിയും ആ സംഘവും മേജർമാരായി മാറും. അങ്ങനെയാണ് ഈ ദൈവത്തിന്റെ സ്വത്തുക്കളിൽ തന്ത്രിമാർക്കും അവിടുത്തെ ഭരണ സംവിധാനം, നമ്മൾ ഈ പറയുന്ന ശബരിമലയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ അംഗങ്ങൾക്ക് ദൈവത്തിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം ഈ സ്വത്ത് കൈകാര്യം ചെയ്യാൻ കിട്ടുന്നത്. അങ്ങനെയാണ് ദേവാലയങ്ങളിലേക്ക് എത്തുന്ന സ്വത്ത് ചോർന്നു പോകുന്നത്. ഇത് എവിടെയൊക്കെ സ്വത്തുക്കൾ ദേവാലയങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അവിടെയൊക്കെ ഈ ചോർച്ച സംഭവിക്കുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കുന്നത്. കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവമല്ല, കേരളത്തിന് പുറത്തും തിരുപ്പതിയിൽ ഇപ്പം തന്നെ രാഷ്ട്രീയമായി തന്നെ ഒരു വലിയ വിവാദം ഉണ്ടായത് അവിടുത്തെ പിന്നെ ലഡുവുമായി ബന്ധപ്പെട്ടാണ്. ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിവാദങ്ങൾ, അത് സാമ്പത്തികമാകാം ആചാരമാകാം, ഒക്കെ ഉണ്ടാകുന്നത് അവിടെയൊക്കെ വലിയ തരത്തിലുള്ള സമ്പത്ത് കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ എല്ലാ തരത്തിലുള്ള അമ്പലങ്ങളിലേക്കും ഈ വിജയ് മല്യയെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വ്യവസായികൾ, കോടീശ്വരന്മാർ
അവരെല്ലാവരും എത്തുന്നു. ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ശബരിമലയിലാണെങ്കിലും ശബരിമലയിൽ ഏകദേശം 10-35 കിലോ സ്വർണം കൊടുത്തു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയ് മല്യ, അതുപോലെ തന്നെ തിരുപ്പതിയിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ഈ ആൾക്കാർ, വ്യവസായികൾ സ്വർണം കൊടുക്കുന്നത്. അതിൽ താങ്കൾ പറഞ്ഞ ഒരു വാചകമാണ് ശ്രദ്ധേയമാണ്. എന്തിനാണ് അയ്യപ്പനും അല്ലെങ്കിൽ ഇതുപോലത്തെ ദൈവങ്ങൾക്കൊക്കെ ഈ സ്വർണം എന്നുള്ളതാണ്. സ്വർണ്ണാഭരണ ഭൂഷിതരായിട്ട് നിൽക്കുക എന്നുള്ളതൊന്നും അവരുടെ ഒരു കൺസേണേ അല്ല. അപ്പോഴാണ് ഇവിടെ ഈ വ്യവസായികളും വിശ്വാസികളും ആകുന്നവരെന്ന് സങ്കല്പിക്കുന്ന ആൾക്കാർ ഇങ്ങനെ സ്വർണം കൊണ്ട് പൂശൽ നടത്തുന്നത്. അതിനകത്ത് എൻ്റെ സംശയം എന്ന് പറയപ്പെടുന്നത് ഇവരുടെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഒരു ഭാഗമായിട്ട് ഈ ക്ഷേത്രങ്ങളെയും ഒപ്പം തന്നെ ഈ പറയുന്ന വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും മാറ്റിയെടുക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാര്യം ദേവാലയങ്ങളിലേക്ക് സംഭാവന ചെയ്യുന്ന പലതിനും ചില ആനുകൂല്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. നികുതി ഇളവുകൾക്കൊരു സാധ്യതയുണ്ട്. പിന്നെ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടല്ല അവർ ക്ഷേത്രങ്ങളിലേക്ക്, ദേവാലയങ്ങൾക്ക് സംഭാവനകൾ കൊടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു പ്രതിഭാസമല്ല. ഇപ്പൊ ബിർള മന്ദിർ നമുക്കറിയാമല്ലോ. ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ ഒരാൾ ബിർള കുടുംബത്തിലെ അംഗമായിരുന്നു, അക്കാലത്ത് ജീവിക്കുന്ന ആളായിരുന്നു. ബിർള അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നും വലിയൊരു സംഖ്യ എടുത്ത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ബിർള മന്ദിറുകൾ, അതും മാർബിളിൽ തീർത്ത വളരെ വിലപിടിപ്പുള്ള മാർബിൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ബിർള മന്ദിറുകൾ ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇത്തരം ബിർള മന്ദിറുകളില്ല. അപ്പൊ ഡൽഹിയിലെ ബിർള മന്ദിർ, കൊൽക്കത്തയിലെ ബിർള മന്ദിർ, ഈ പറയുന്ന മധ്യപ്രദേശിലെ വിവിധ ഇടങ്ങളിലെ, ഭോപ്പാലിലേക്ക് ബിർള മന്ദിറുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പം ഇത്തരം ഒരു ബിർള മന്ദിറിൽ വെച്ചാണ് ഗാന്ധിജിക്ക് വെടിയേറ്റതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോ ഈ ദൈവത്തിന്റെ പല കാര്യങ്ങളിലും നമ്മുടെ സമ്പന്നരായ വ്യവസായികൾക്കും കച്ചവടക്കാർക്കും ഒക്കെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, രാജാക്കന്മാരുടെ കാലത്തും അവരുടെ പല സ്വത്തുക്കളും ആരും എടുത്തുകൊണ്ട് പോകാതെ സൂക്ഷിച്ചു കൊണ്ടുവച്ചിരുന്നത് ദേവാലയങ്ങളിലാണ്. അതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അതും പിൽക്കാലത്ത് എന്തായി, വലിയ ആരോപണങ്ങൾക്ക് വിധേയമായി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ, സ്വർണം ഭണ്ഡാരങ്ങൾ 6 അറകളിൽ സൂക്ഷിക്കുന്നു എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, അറകളിലെ സ്വർണം പരിശോധിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ അറ്റോർണി ജനറൽ ആയിരുന്ന, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരുന്ന വിനോദ് റോയുടെ നേതൃത്വത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തി. ഇങ്ങനെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് ക്ഷേത്ര സംബന്ധിയായ ചില ആളുകൾ പറയുന്നത്, രാജകൊട്ടാരത്തിന്റെ പിൽക്കാല പ്രതിനിധികൾ പറയുന്നത്. അങ്ങനെ തുറന്നാൽ സംഭവിക്കാവുന്ന ഭീകരമായ കാര്യങ്ങൾ അവർ വിവരിക്കുന്നു. അതിനുള്ളിൽ ഒരു സർപ്പമുണ്ട്, അത് വിഷസർപ്പമാണ്, അത് ഇറങ്ങുമെന്ന് മാത്രമല്ല അറബിക്കടൽ കയറി നഗരം മുഴുവൻ മുങ്ങിപ്പോകുന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇതേ വിനോദ് റോയ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1990 ശേഷം ആ നിലവറ 7 പ്രാവശ്യം തുറന്നിരുന്നു എന്ന് അദ്ദേഹം അവിടുത്തെ ചില അടയാളങ്ങളെ മുൻനിർത്തി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, വിനോദ് റോയ് ഈ പറയുന്ന നിലവറ ബി തുറക്കാതെ തന്നെ ബാക്കി 5 നിലവറകൾ തുറന്ന് കണക്കുകൾ എടുത്തപ്പോൾ, രേഖകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഒരു 223 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായി എന്ന് അദ്ദേഹം ഔദ്യോഗികമായി രേഖപ്പെടുത്തി ഹിന്ദു അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലമതിക്കാൻ കഴിയാത്ത സ്വർണ്ണ ആഭരണങ്ങളുടെയും വജ്രത്തിന്റെയും ഒക്കെ കണക്കുകൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഈ പറയുന്ന 223-226 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായി എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോർച്ചകൾ, സ്വത്തിലെ ചോർച്ചകൾ ദൈവങ്ങളെ വലിയ തരത്തിൽ വേദനിപ്പിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിന്റെ പേരിൽ ഈ മോഷണം നടത്തിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം ഉണ്ടായെന്ന് പോലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയത്തില്ല. അല്ല, പക്ഷെ അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം കുറിച്ച് ചോദിച്ചോട്ടെ. കാരണം അത് ഈ പറഞ്ഞ പോലെ വിശ്വാസികൾ ചിലപ്പോൾ അത് സമ്മതിച്ചു തരില്ല. ഇപ്പൊ സാറ് പറയുന്ന ഈ വാദത്തിനോട് ചിലപ്പോൾ അവർക്കത് യോജിക്കാൻ കഴിയുമെന്നറിയില്ല. ഞാൻ പറയുന്നതിനോടും ചിലപ്പോൾ അവർക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിലും വിശ്വാസികൾ പറയുന്നൊരു കാര്യമുണ്ട്. 10 വർഷത്തിന് മുമ്പ്, ഒരു ദശാബ്ദത്തിന് മുമ്പ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ 5-6-8 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ഇവരെല്ലാം റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ശബരിമലയിൽ കാര്യങ്ങൾ എത്തിയില്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തിന്റെ ഭാഗമാണോ, അതോ ഈ പറയുന്ന പോലെ എത്ര കള്ളത്തരം ചെയ്താലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നുള്ള ഒരു പ്രപഞ്ച സത്യത്തിന്റെ പുറത്താണോ? രണ്ടാമത്തെ കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉപരിയാണ്, നമ്മുടെ കോടതികൾക്കൊക്കെ ഉപരിയാണ്. ദൈവത്തിന് ശിക്ഷിക്കണമെങ്കിൽ എന്തിനാണ് കോടതിയിലേക്ക് ഇവരെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന് നേരിട്ട് ഈ നിലപാട് എടുക്കാമല്ലോ. ഇവർക്ക് ഏതെങ്കിലും ഒരു മാരക രോഗം സംഭവിക്കുന്നു,
ഇവരുടെ ജീവിതം നരകതുല്യമാക്കി ഇവിടെ തന്നെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് വിശ്വാസികൾക്ക് വേറൊന്ന് പറയാനുണ്ട്. ഇവരെ എല്ലാം പിടിക്കാൻ മുകളിൽ ഒരാളിരിപ്പുണ്ട്. അതെപ്പോഴാ? ഇവരെ എല്ലാം നരകത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ആശ്വാസ വാക്കുകൾ ഈ വിശ്വാസികൾ കൊണ്ട് പലപ്പോഴും ഇനി മോഷണം നടത്തുന്നവർക്ക് നല്ലവണ്ണം അറിയാം. ഇവിടെ കോടതികളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയേക്കാം, അവിടെ പഴുതുകളുണ്ട്, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുണ്ടാകും, തെളിവുകൾ കോടതിയിൽ എത്തുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ പണം നാണക്കേട് മാറ്റുന്നത് പോലെ ഈ പണത്തിന്റെ ഒരു വിഹിതം കൊടുത്ത വലിയ വലിയ നിയമജ്ഞരെ കൊണ്ടുവന്ന് വാദിച്ച് ചില പഴുതുകളിലൂടെ രക്ഷപ്പെടാം. പിന്നെ നരകത്തിൽ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഞങ്ങൾ നേരിട്ടോളാം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഇവർക്കുണ്ടാകുന്നു. ഇവിടെയാണ് ദൈവം കുറച്ചുകൂടി ഈ കാര്യത്തിൽ, ഞാൻ വ്യക്തിപരമായ യുക്തിവാദിയാണ്, ദൈവം കുറച്ചുകൂടി കാര്യക്ഷമമാകേണ്ടത്. ഈ മോഷണം നടത്തുന്നവർക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ കൊടുക്കാൻ ദൈവം തയ്യാറായാൽ എനിക്ക് തോന്നുന്നു കോടതിയേക്കാൾ എളുപ്പത്തിൽ ഇതിനൊരു വിരാമം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാവും.